ഹലോ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, IBPS 2026 കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാങ്ക് എക്സ്പീരിയൻസും വെയിറ്റിന് ഒന്നാണിത്. എല്ലാ കൊല്ലം ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഇത് റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായി വല്ല ഡേറ്റ്സ് എപ്പോഴൊക്കെ വരുന്നു നോക്കാം. അപ്പോൾ IBPS ഫസ്റ്റ് വരുന്ന എക്സാം പ്രൊബേഷണറി ഓഫീസറിൻ്റെ ആണ്. അതിൻ്റെ പ്രിലിംസ് വരുന്നത് 22nd 23rd ഓഗസ്റ്റിനുമാണ്. മെയിൻസ് വരുന്നതോ 4th ഒക്ടോബറിനും. പിന്നെ SO എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ പ്രിലിംസ് 29th ഓഗസ്റ്റിനും മെയിൻസ് വരുന്നത് 1st നവംബർ. ദെൻ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്, അതായത് ക്ലർക്കിക്കുള്ള പോസ്റ്റാണ്. അത് 10th and 11th ഒക്ടോബറിലാണ് വരുന്നത്. അതിൻ്റെ മെയിൻസ് നടക്കുന്നത് 27th ഡിസംബർ. ദെൻ IBPS നടത്തുന്ന എക്സാം തന്നെ RRB എന്ന് പറയും, അതായത് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയും. അപ്പോൾ സ്റ്റേറ്റ് വൈസ് എക്സാം ആണ്. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് ആകുമ്പോൾ കേരള ഗ്രാമീൺ ബാങ്കാണ് അതിൽ വരിക. അതിലേക്ക് വരുമ്പോൾ പ്രിലിംസ് വരുന്നത്, അതായത് ഓഫീസർ സ്കെയിൽ 1ൻ്റെ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്കുള്ളത് പ്രിലിംസ് വരുന്നത് 21st 22nd നവംബറിനാണ്. ദെൻ അതിൻ്റെ മെയിൻസ് എക്സാം വരുന്നത് 20th ഡിസംബറിലാണ്. ഓഫീസർ സ്കെയിൽ 2ഉം 3ഉം നമുക്ക് അല്ലാതെ എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിന് പറഞ്ഞതാണ്. ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ക്ലർക്കിലേക്ക് വരുന്ന പോസ്റ്റാണ്. അത് 3 ദിവസം നടക്കുന്നത് 6th 12th and 13th ഡിസംബറിലാണ്. അതിൻ്റെ മെയിൻസ് വരുന്നത് 13th ജാനുവരിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഓഗസ്റ്റിലാണ് ഫസ്റ്റ് എക്സാം വരുന്നത്. ഇപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ 2026 നമ്മുടെ കയ്യിലിരിക്കും. ബിഗിനേഴ്സ് എന്താ വെച്ചാൽ നിങ്ങൾ നന്നായി സിലബസ് മനസ്സിലാക്കിയിട്ട് ഫ്രം ബേസ് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഓരോ ചാപ്റ്ററിൽ നന്നായി ചെയ്ത് പഠിക്കുക. അപ്പം നന്നായി മോക്ക് കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ റിപ്പീറ്റേഴ്സ് ഉണ്ട് വെച്ചാൽ നിങ്ങളുടെ നോളേജ് ഷാർപ്പൻ ചെയ്യാൻ നോക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അത്യാവശ്യം ഈസി സിലബസാണ്, കുഴപ്പമില്ല. ബാക്കിയുള്ള SSC വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും നമുക്ക് പഠിക്കാനില്ല. നല്ല നന്നായി പഠിക്കുക. നല്ല സാലറി ഗ്രോത്തും ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. നന്നായി പഠിക്കുക. അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇതിന് മുന്നേ IBPS നടക്കുന്നതിന് മുന്നേ നമുക്ക് SBIൻ്റെ എക്സാംസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് മാർച്ച് ആ ടൈമിലൊക്കെ ആകുമ്പോഴേക്കും SBI PUവും വരും, SBI ക്ലർക്കും വരും. അപ്പോൾ ഇപ്പം തന്നെ നന്നായി പഠിച്ചു തുടങ്ങിക്കോളും. എക്സാംസിൻ്റെ 1 മാസം മുന്നേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.